അബ്ദുൾ റഹീമിനായി രൂപീകരിച്ച നിയമസഹായ സമിതിയുണ്ട്. അവരിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അവർ ഈ വിഷയത്തിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അവർ സംസാരിച്ചു തുടങ്ങുകയാണ്. സാങ്കേതികമായ കാരണമാണ് ഇപ്പോൾ അവിടെ ഇന്നത്തെ സിറ്റിംഗിൽ കാര്യമായി അവർ ചർച്ച ചെയ്തത് പ്രോസിക്യൂഷൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദങ്ങളായിരുന്നു. ആ വാദങ്ങൾ നമ്മുടെ വക്കീൽ അതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് വന്നത്. അതായത് കോടതിയിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ എതിർവാദം പ്രകടിപ്പിക്കുകയും കോടതി ഇന്നത്തെ സിറ്റിങ്ങിൽ അവിടെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ വക്കീൽ നേരത്തെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞ സിറ്റിങ്ങിൽ അവർ പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങളും നമ്മുടെ കൃത്യമായ അഭിപ്രായങ്ങളും അവിടെ കോടതിയെ രേഖപ്പെടുത്തി അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നടന്ന ഈ വാദപ്രതിവാദത്തിലാണ് അത് പഠിച്ചതിൻ്റെ അന്തിമ വിധി പറയാൻ മാറ്റിവെക്കുന്നു എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇത് സാങ്കേതികമായി സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് സംഭവിക്കാവുന്നതാണ്. നേരത്തെയും ഇതുപോലുള്ള ഇങ്ങനെ ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച് ഇതേപോലെ ദിയ നൽകി മോചിതനായ ഒരു ഇന്ത്യക്കാരൻ, ഒരു ബീഹാരി സ്വദേശിക്ക് അവസാനം 1.5 വർഷത്തോളം ഇതിനു വേണ്ടി കാത്തു നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷനിലുള്ള ഈ നടപടികൾ പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് ഈ വരുന്ന അവരുടെ സിറ്റിങ്ങിൽ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു നിരാശാജനകമായി കാണേണ്ടതില്ല. ഇതിൽ ആ പ്രോസിക്യൂഷനിൽ റഹീമിൻ്റെ വാദം ശരിയാണ് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ വക്കീലന്മാർക്ക് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റഹീമിന് ഗുണകരമായിട്ടാണ് അത് വരിക. പക്ഷേ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഇന്നത്തെ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല. അത് ഇന്നോ അല്ലെങ്കിൽ നാളെ തന്നെ അതിൻ്റെ ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് കിട്ടുന്ന മുറക്ക് അറിയിക്കുന്നതായിരിക്കും. വളരെ വൈകാതെ തന്നെ കഴിഞ്ഞ ഇതുപോലെ ഈ ഒരു കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത.